വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ലെവലിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് മാർക്ക് ചെയ്തിടുന്നത്. അത് ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്തിടുന്നത്. ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ഇല്ലെങ്കിലും നല്ലൊരു മൂവ്മെന്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നും എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കാണാം. മാർക്കറ്റ് ആ ഏരിയയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയ കാണാം. ഈ ലെവലിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണാം. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഏരിയയും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഏരിയനെയും കൂടിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന ലെവലിന്റെ മുകളിലാണ് ബൈ എൻട്രി നമുക്ക് കാണാവുന്നത്. അല്ലെങ്കിൽ ആ ലെവലിന്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ബൈ എൻട്രി നോക്കാവുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാം. ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവൽ വരെയൊക്കെ വെക്കാം. കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ലെവൽ വരെയൊക്കെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് 3450 വരെയൊക്കെ ഏറെക്കുറെ അതിന്റെ അടുത്ത് വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ഇറങ്ങി വരുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും ഈ ഒരു ഏരിയയും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ താഴെയുള്ള ഈ ലെവലിലേക്കാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി ഈ ലെവലുകളിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, എക്സ്പെഷ്യലി ഈ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ വീണ്ടും പോവാണെന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ വരെ നമുക്കൊരു ടാർഗറ്റ് വെക്കാം. ആ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് ചിലപ്പോൾ ഒരുപക്ഷെ വീണ്ടും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്തൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകും. കാരണം ഇതെല്ലാം പറയുന്നത് മാർക്കറ്റ് ഒരു ചെറിയ റേഞ്ചിൽ നിന്നിട്ടാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ റേഞ്ചിലാണ് നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നും മിക്കവാറും അതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കാനുള്ള സാധ്യത കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ റേഞ്ചിന്റെ ഉള്ളിലുള്ള ട്രേഡുകൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ല രീതിയിലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ബൈയും കൂടി നമുക്ക് ഇവിടുന്ന് നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് വരും. റീടെസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഈ ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതും പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.